ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, 2026 ജനുവരി 1 ദൈവമാതൃത്വ തിരുനാളിനോട് അനുബന്ധിച്ച് ഹോളി ഫയർ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ 33 ദിവസം നീണ്ടു നിൽക്കുന്ന വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കം നടത്തുകയും ജനുവരി 1 ദൈവമാതൃത്വ തിരുനാളിൻ്റെ അന്ന് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ലോകം കൂടുതലായി തിന്മയിലേക്ക് നടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ ഒരുങ്ങുകയും നമ്മളെ തന്നെ ആ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തെ ജയിക്കുവാനും ലോകമോഹങ്ങളിൽ നിന്ന് ഓടി അകലുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. മാലാഖയുടെ സന്ദേശത്താൽ മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ആദ്യ ഘട്ടത്തിലെ 1-ാമത്തെ ദിനമായ ഇന്ന് വിശുദ്ധ മോൺഫോർട്ടിൻ്റെ ക്രമമനുസരിച്ചാണ് നമ്മൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്നത്. അതനുസരിച്ച് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് ലോകത്തെ ജയിക്കുക എന്ന ആശയത്തെ പറ്റിയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്, നമുക്കതറിയാം. പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ഒരു പേര് മോർണിംഗ് സ്റ്റാർ, ഉഷകാല നക്ഷത്രമേ എന്നുള്ളതാണ്. ആരായിരുന്നു ഈ ഉഷകാല നക്ഷത്രം? ഉഷകാല നക്ഷത്രം എന്ന് വിളിക്കപ്പെട്ടിരുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ പറയുന്നതനുസരിച്ച്, ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെയാണ് അധപ്പതിച്ചത്? ജനതകളെ വെട്ടിവീഴ്ത്തിയിരുന്ന നീ എങ്ങനെയാണ് പാതാളത്തിലേക്ക് തള്ളി താഴ്ത്തപ്പെട്ടത്? നീ തന്നെത്താൻ പറഞ്ഞു, ഉത്തരദിക്കിൽ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ കയറും, ഞാൻ ഉന്നതങ്ങളിലേക്ക് കയറും, ഞാൻ ദൈവത്തെ പോലെയാകും. ഈ വചനങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് സാത്താനെ കുറിച്ചാണ്. എങ്ങനെയാണ്
പ്രഭാത നക്ഷത്രമായി വിളങ്ങിയിരുന്ന് സ്വർഗത്തിൽ വിളങ്ങിയിരുന്ന പിശാച് അധപ്പതിച്ചു പോയത്? അഹങ്കാരം കൊണ്ടാണ് അവൻ അധപ്പതിച്ചത്. അഹങ്കാരം ഈ കാലഘട്ടത്തിലും മനുഷ്യനെ അധപ്പതനത്തിലേക്ക് നയിക്കുന്നുണ്ട്. ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശിക്കുന്നവൻ എന്നാണ്. ഒരുപക്ഷെ പ്രകാശിക്കുന്നവനായിരുന്ന കാലഘട്ടത്തിലായിരിക്കണം അവൻ ആ പേരുണ്ടായിരുന്നത്. ഇന്ന് അധപ്പതിച്ചു പോയിരിക്കുകയാണ്. എന്തുകൊണ്ട്? അഹങ്കാരം കൊണ്ട്. പ്രിയമുള്ളവർ, അഹങ്കാരങ്ങളെല്ലാം എവിടെയാണ് ഉടലെടുക്കുന്നത്? നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകാൻ പരിശ്രമിക്കുമ്പോഴാണ് അഹങ്കാരം നമ്മളിൽ ഉടലെടുക്കുക. ഇന്ന് പ്രഭാത നക്ഷത്രമായിട്ട് പേര് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതും പേര് വിളിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയെയാണ്. പിശാച് പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഇന്ന് പരിശുദ്ധ അമ്മ ആ പേര് അമ്മയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രഗീതത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തി. കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയമുള്ളവരെ, എളിമ കൊണ്ടാണ് അമ്മ ആ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ സ്ഥാനത്തേക്ക് അമ്മ ഉയർത്തപ്പെട്ടത് എളിമ കൊണ്ടാണ്. എളിയ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നേ ദിനം പ്രത്യേകമായിട്ടും കൂടുതൽ എളിമയുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അഹങ്കാരം എല്ലായ്പ്പോഴും നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നുണ്ട്. എളിമപ്പെട്ടുകൊണ്ട് ഈ ലോകത്തെ ജയിക്കുവാൻ വേണ്ടി നമുക്ക് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പരിശ്രമിക്കാം. വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു, കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളങ്ങളിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമ്മളെ ഓരോരുത്തരെയും, പ്രത്യേകമായി ഹോളി ഫയർ മിനിസ്ട്രിയെയും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഹോളി ഫയർ മിനിസ്ട്രിയോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഈ മിനിസ്ട്രിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ മിനിസ്ട്രി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് പരിശുദ്ധാത്മഗീതം ആലപിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.
സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പന്തക്കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ
കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.